നമസ്കാരം. വൃശ്ചിക മാസം ആരംഭിക്കുവാൻ ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ പരാമർശിക്കാം. വൃശ്ചിക മാസവുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പ്രവചനങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് പ്രവചനങ്ങൾ പ്രകാരം കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണ് പരാമർശിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും. പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് ഈ മാസം കടന്നു വരും എന്നാണ് പരാമർശിക്കുന്നത്. അഥവാ പ്രവചനങ്ങൾ പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. വളരെ കാലം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ പലതും ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും. ഒളിഞ്ഞിരിക്കുന്നതായ ശത്രുക്കളെ പോലും തിരിച്ചറിയുക, ശത്രുക്കളുടെ ദോഷകരമായ ആ പ്രവൃത്തികളെ തടയിടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചില ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, വളരെ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പിതാവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ പ്രവചനങ്ങൾ പ്രകാരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാർക്കും പ്രവചനങ്ങൾ പ്രകാരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ധനപരമായ ചില നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരുക, കൈകളിലുള്ള ധനം അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി ലഭിക്കുക, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും അനുകൂലമായി തീരും. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നാണ് പ്രവചനം. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ ചിന്തകൾ അതൊരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തികപരമായി അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയോ താൽക്കാലികമായ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുകയോ ചെയ്യാം. അത് കടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പ്രധാനമായും ശ്രദ്ധയോടെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രവചനങ്ങൾ പ്രകാരം പൂരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായ സമയം തന്നെയാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്നാണ് പ്രവചനങ്ങൾ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികൾ മൂലമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളും ധനപരമായ നേട്ടങ്ങളും അംഗീകാരങ്ങളും നേടിത്തരുന്നവയായി മാറാം. ജോലി ലഭിക്കുവാൻ അത് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വിദേശത്തേക്കുള്ള അവസരങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില തിരിച്ചടികൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക.
സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ആ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുക എന്നതാണ്. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ഈ സമയം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പരാധീനതകൾ, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. പ്രവചനങ്ങൾ പ്രകാരം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ധനപരമായ ചില നേട്ടങ്ങൾ, സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുക, തന്മൂലം പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കലാകാരന്മാർക്കും അനുകൂലം തന്നെയാണ് സമയം. ചെയ്യുന്ന പ്രവൃത്തികളിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പല വിധത്തിലുള്ള അപകട സാധ്യതകളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകൾ നിങ്ങളെ അലട്ടുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ചില വ്യക്തികൾ മൂലം ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ പ്രവൃത്തികളെ തടയിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. വന്നു ചേരേണ്ടതായ ചില ദോഷകരമായ ഫലങ്ങളെ മുൻകൂട്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ തരണം ചെയ്യുവാൻ സാധിക്കും. ഈ സമയം കാര്യവിജയങ്ങൾ, കാര്യസിദ്ധി, കൂടാതെ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് എന്നാണ് പ്രവചനങ്ങൾ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നാണ് പ്രവചനങ്ങൾ പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ധനപരമായ നേട്ടങ്ങൾ, കൂടാതെ ഈ സമയം ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുക, വിദേശത്തേക്ക് പോവുക, പഠനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, അതായത് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക, കൂടാതെ ഈ സമയം ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിലിടത്ത് കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിലിടത്ത് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ, ചില വിഷമങ്ങൾ ഒഴിവാക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം. സമയം അല്പം നീട്ടിക്കിട്ടുകയോ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പൂർണ്ണമായും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രവചനങ്ങൾ പ്രകാരം ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രവചനം. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക.